ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അധികം മലയാളി ആരാധകരുള്ള ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ കിരീടാവകാശിയാണ് ഷെയ്ഖ് ഹംദാൻ. അദ്ദേഹത്തെ മലയാളികൾ വല്ലാതെ സ്നേഹിക്കുന്നു. അദ്ദേഹം തിരിച്ചു മലയാളികളെ സ്നേഹിക്കുന്നു. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചത്. കേരളത്തിന്റെ സ്വന്തം ചെണ്ടമേളം, ഇലത്താളം ഇതൊക്കെ ചേർന്ന് അദ്ദേഹത്തിന് ഡൽഹിയിൽ നൽകിയിട്ടുള്ള സ്വീകരണത്തിന്റെ ചിത്രമാണ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് 17 ദശലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു കിരീടാവകാശിയാണ് ഷെയ്ഖ് ഹംദാൻ. അവിടെയാണ് അദ്ദേഹം കേരളത്തിനോടുള്ള ഒരു സ്നേഹം പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, ഷെയ്ഖ് ഹംദാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ദുബായ് ഭരണകൂടത്തിന്റെ മൂന്നാമത്തെ തലമുറയാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അത്രയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. 1974 ആദ്യമായി ഒരു ദുബായ് കിരീടാവകാശി ഇന്ത്യ സന്ദർശിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ പിതാവ് ഷെയ്ഖ് റാഷിദ് ആയിരുന്നു. അന്ന് ഫക്രുദ്ദീൻ അലിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭവനിൽ സ്വീകരണം നൽകുന്നത്. അന്ന് മുതൽ തുടങ്ങുന്ന ഒരു ബന്ധമാണ് ഇന്ത്യയും ദുബായും തമ്മിലുള്ളത്. പിന്നീട് അതിനുശേഷം ഇപ്പോഴത്തെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. 2007 അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ സ്വീകരിക്കുന്നത്. അതിനുശേഷം വീണ്ടും 3 വർഷം കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അന്നും പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നിരവധി കരാറുകളിലും വന്ന് ഒപ്പുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2014 ഷെയ്ഖ് ഹംദാൻ ഒരിക്കൽ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അത് ഒരു അനൗദ്യോഗിക സന്ദർശനമായിരുന്നു. ആനയോടൊപ്പം വെള്ളത്തിൽ കളിക്കുന്നതിന്റെ ചിത്രമൊക്കെ അന്ന് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2025 ഇന്നാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹം സന്ദർശിച്ചതിന് ശേഷം പങ്കുവച്ചത് വിശ്വാസത്താൽ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭാവനാപൂർണമായിട്ടുള്ള വീക്ഷണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യ UAE ബന്ധമെന്നൊക്കെയാണ് അദ്ദേഹം പിന്നീട് സമൂഹ മാധ്യമത്തിൽ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യയും UAEയും തമ്മിലുള്ള വലിയ ദൃഢമായിട്ടുള്ള ഒരു ബന്ധം വ്യക്തമാക്കുന്നതാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളും വാക്കുകളും എല്ലാം തന്നെ.